മാത്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സ്റ്റാൻഡേർഡ് 6 6ാം ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ രണ്ടാമത്തെ ചാപ്റ്ററിലുള്ള എല്ലാ പ്രോബ്ലങ്ങളും ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോയിൽ. ആദ്യം മുതൽ അവസാനം വരെയുള്ള ആ ചാപ്റ്ററിലുള്ള എല്ലാ ചോദ്യവും ഒറ്റ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, ഈ ചാനൽ ആദ്യമായി കാണുന്ന കുട്ടികൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അറിയിക്കുകയാണ്. കാരണം ഓരോ പാഠഭാഗങ്ങളും അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് അത്യാവശ്യമാണ്. ഓക്കെ, നമുക്ക് ഞാൻ സമയം കളയാതെ നേരിട്ട് പ്രോബ്ലത്തിലേക്ക് കടക്കാം. പേജ് നമ്പർ പറയും, അതുപോലെ ക്വസ്റ്റ്യൻ്റെ നമ്പർ പറയും. അപ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റിൽ നിന്ന് ഓരോ ചോദ്യങ്ങളും അതിൻ്റെ ആൻസറും വ്യക്തമായി പഠിച്ചു മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, നോക്കിക്കോളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേജ് നമ്പർ 24 ഒന്നാമത്തെ ചോദ്യമാണ്. അതിൽ 5 ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തതിൽ 5 ചോദ്യം നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഫസ്റ്റിൽ പറയുന്ന ചോദ്യം ഇങ്ങനെയാണ്: ചുവടെ പറയുന്ന ഭിന്നസംഖ്യകൾ കണ്ടുപിടിക്കുക. അവർ ചില കണ്ടീഷൻസ് ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ കുറച്ച് 5 ചോദ്യങ്ങൾ ഇവിടെയുണ്ട്. അതിന് ഭിന്നസംഖ്യകൾ ഫ്രാക്ഷൻസ് നമ്മൾ കണ്ടുപിടിക്കണം. നോക്കൂ, ഒന്നാമത്തെ ചോദ്യം ഞാൻ എഴുതാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞറിയോ? 1/2 24 ഛേദമായ രൂപം. 1/2 24 ഡിനോമിനേറ്റർ വരണം. 1/2 ഇപ്പോഴത്തെ ഇത് ന്യൂമറേറ്റർ, ഇത് ഡിനോമിനേറ്റർ, ഇത് അംശം, ഇത് ഛേദം. ഈ ഡിനോമിനേറ്റർ എത്ര വരണം? ഇതിന്റെ ഡിനോമിനേറ്റർ 24 ആവുന്ന രീതിയിൽ ഇതിന് തുല്യമായിട്ട് വേറൊരു രൂപത്തിലുള്ള ഒരു ഫ്രാക്ഷൻ ആണ് നമ്മൾക്ക് എഴുതേണ്ടത്. ഇതിന് തുല്യമായിട്ട് ഇവിടെ വരണം. അപ്പോൾ ഇങ്ങനെയുള്ള ഈ 5 ചോദ്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ കാര്യം ഞാൻ ആദ്യം പറഞ്ഞു തരാം. ഇപ്പൊ 1/2 എന്ന് പറയുന്ന നമ്പറിനെ ഈക്വൽ ആയിട്ടുള്ള മറ്റൊരു നമ്പർ എഴുതാൻ പറഞ്ഞാൽ അതിന്റെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് അടുത്തത് കിട്ടും. 1 × 2 2 2 × 2 4 4. അപ്പോൾ 1/2 2 കൊണ്ട് മേലെയും താഴെയും ഈ നമ്പറുകളെ ഗുണിച്ചാൽ കിട്ടും. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? 1/2 ആണ് നമ്മളോട് പറഞ്ഞത്. നമ്മൾ എഴുതിയത് 2/4 ആണ്. അപ്പൊ ഇതിന്റെ ഛേദം എത്രയാ വരുന്നത്? 4 ആണ് വരുന്നത്. നമ്മളോട് പറഞ്ഞത് 1/2 തുല്യമായിട്ടുള്ള 24 ഛേദമായിട്ട് വരുന്ന നമ്പർ എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. നോക്കൂ കുട്ടികളെ, ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 1/2 ഛേദം 4 ആകുന്നപ്പോ നമ്മൾ 2 2 കൊണ്ട് ഗുണിച്ച് നമ്മൾ 4 ആക്കി. അപ്പൊ 2 4 ആക്കുന്നതിന് നമ്മൾ 2 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്, ഗുണിച്ചത്. അതേപോലെ 2 24 ആക്കാൻ നമ്മൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? നിങ്ങൾക്കറിയാം, 2 10 കൊണ്ട് ഗുണിച്ചാൽ 20 ആണ്. 2 11 കൊണ്ട് ഗുണിച്ചാൽ 22 ആണ്. 2 12 കൊണ്ട് ഗുണിച്ചാൽ 24 ആണ് കിട്ടുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇത് 2 24 ആക്കാൻ ഇതിനെ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഞാൻ കുറച്ച് ഇത് നേരെ തന്നെ എഴുതാം. ഡാഷ് 24 ആണ് എഴുതേണ്ടത്. എവിടെയാണ് കിട്ടേണ്ടത്? 12 കൊണ്ട് ഗുണിച്ചാൽ 24. അപ്പൊ താഴെ മാത്രം 12 കൊണ്ട് ഗുണിച്ചാൽ പറ്റില്ല. അപ്പോഴെന്ത് വേണം? നമ്മൾ മുകളിലും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അല്ലെങ്കിൽ ഈക്വൽ ഫ്രാക്ഷൻ, തുല്യമായിട്ടുള്ള സംഖ്യ, ഭിന്നസംഖ്യ കിട്ടില്ല. അപ്പൊ 2 12 24 1 12 12 ആയി. അപ്പൊ ആൻസർ 12/24 എന്ന് നമുക്ക് കിട്ടും. 12/24. ഓക്കെ, അത് എങ്ങനെയാ കിട്ടിയെന്ന് കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുകയാണ്. ഈ 2 24 ഈ 12 ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. 2 24 ആവുന്ന രീതിയിൽ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നോക്കൂ കുട്ടികളെ, 1/2 രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അതിൽ പറയുന്നത് 1/2 24 അംശമായ രൂപം, അതായത് 24 ന്യൂമറേറ്ററിൽ വരണം. പക്ഷെ ഛേദത്തിൽ എത്രയാണ് വരുന്നത് എന്ന് അറിയില്ല. അപ്പൊ നിങ്ങൾക്ക് ഈസി ആയി പറയാൻ പറ്റുമല്ലോ. ഇവിടെ 1 എത്രയായി? 24 ആയി. അപ്പൊ 1 എത്ര കൊണ്ട് ഗുണിച്ചാലാണ് 24 കിട്ടുന്നത് നോക്കിയാൽ മതി. 1 എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത 24 കിട്ടിയത്? 24 കൊണ്ട്. അപ്പൊ 1 നോക്കൂ, 1 24 കൊണ്ട് ഗുണിച്ചിട്ട് 24 കിട്ടി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 2 എന്ത് ചെയ്യണം?
24 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2നെ 24 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താല് 24ന്റെ ഡബിള് ഇരട്ടി എടുത്താൽ മതി. അത് നമുക്കറിയാം 48. അപ്പോ ഇവിടെ ആൻസർ നമുക്ക് എത്ര കിട്ടി? 24/48 എന്ന് പറയുന്ന ആൻസർ കിട്ടി. ആര്? ആദ്യത്തെ 1/2 12/24 ആയിരുന്നു. എന്നാൽ രണ്ടാമത്തേതിൻ്റെത് 24/48 1/2 തുല്യം വരുന്നത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇതേ മാതിരി തന്നെയാണല്ലോ, അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിച്ചു പോവാം. 1/3ന്റെ 1/3യുടെ ഫ്രാക്ഷൻ എത്ര വരണം? 24 വരണം. അതായത് ഡിനോമിനേറ്റർ 24 വരണം. ഫ്രാക്ഷന്റെ ഛേദം, ഭിന്നസംഖ്യയുടെ ഛേദം 24 വരണം. ഛേദം എന്ന് പറഞ്ഞാൽ താഴെ വരുന്നത്, ഡിനോമിനേറ്റർ താഴെയാണ്. അപ്പൊ ഇത് 24 വരണം. അപ്പൊ ഇവിടെ എത്ര വരുന്നില്ലാണ്. അപ്പൊ നിങ്ങൾ എന്ത് നോക്കിയാൽ മതി? 3നെ എന്തുകൊണ്ട് ഗുണിച്ചിട്ടാണ് 24 കിട്ടിയിട്ടുണ്ടാവുകയാണ്? നിങ്ങൾക്കറിയാം 3 × 8 ആണ് 24. അപ്പൊ ഇതിനെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് 24 കിട്ടിയിട്ടുണ്ടാവുക. അപ്പൊ മേലത്തെ ഇതിന് നമ്മൾ 8 കൊണ്ട് ഗുണിക്കുക. 1 8. അപ്പൊ നമ്മളുടെ ആൻസർ നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ. അപ്പൊ 1/3ക്ക് തുല്യം ആര്? 8/24. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുട്ടികള്, 10 വരെയുള്ള ടേബിള്, 10 വരെയുള്ള ഗുണനപ്പട്ടിക എല്ലാ കുട്ടികളും കൃത്യമായി പഠിച്ചിരിക്കണം. ഓരോന്ന് ചോദിക്കുന്ന സമയത്തും കൃത്യമായിട്ട് ഓരോന്ന് ഗുണിച്ചാൽ എത്ര, 3 × 8 എത്ര, 2 × 9 എത്ര എന്നൊക്കെ ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് അതിന്റെ ആൻസർ പറയുന്ന രീതിയിലേക്ക് നിങ്ങൾ വളർന്നു വരണം. എങ്കിലേ ഇങ്ങനെയുള്ള ചോദ്യം ഈസി ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. അതില് 1/3ന്റെ നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 1/3ന്റെ എന്താണ് തന്നിരിക്കുന്നത്? 24 അംശം, ന്യൂമറേറ്റർ 24. അപ്പൊ 24 ന്യൂമറേറ്റർ, ഡിനോമിനേറ്റർ ഇല്ല. അപ്പൊ എന്താ ചെയ്യാം? 1നെ 24 കൊണ്ട് ഗുണിച്ചിട്ടാണ് ഈ 24 കിട്ടിയിട്ടുണ്ടാവുക അല്ലെ. അപ്പൊ 3നെ എത്ര കൊണ്ട് ഗുണിക്കണം? 3നെ 24 കൊണ്ട് ഗുണിക്കണം. നിങ്ങൾക്കറിയാം 3നെ 24 കൊണ്ട് ഗുണിക്കാൻ പറഞ്ഞാല് നിങ്ങൾ ഗുണിച്ച് 3 4 12, 3 2 6 1 7, ആൻസർ 72 കിട്ടും. അപ്പം 3നെ 24 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 72. അപ്പൊ ഏത് നമ്പർ കൊണ്ടാണ് ഗുണിക്കേണ്ടത്, മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് എന്ന് എങ്ങനെയാണ് മനസ്സിലാവുക? ആദ്യത്തേതിനെ എത്ര കൊണ്ട് ഗുണിച്ചിട്ടാണോ നമുക്ക് തന്നിട്ടുള്ള വില, ചോദ്യത്തിലൊരു വില തരുമല്ലോ, ഒരു വാല്യൂ ഉണ്ടാവുമല്ലോ, അത് എത്ര തവണയാണ് ഗുണിച്ചതെന്ന് മനസ്സിലാക്കിയിട്ടാണ് അതേ നമ്പർ കൊണ്ട് മറ്റുള്ളതിനെയും മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നോക്കൂ, ഫസ്റ്റ് 1/4ന്റെ 100 അംശം. നോക്ക്, 1/4ന്റെ കുറച്ച് വിട്ടിട്ട് ഞാൻ എഴുതാം. 100 ന്യൂമറേറ്റർ, 100 ന്യൂമറേറ്റർ അംശമാണ്. അപ്പൊ മേലെയാണ് വരിക, താഴെ നമുക്കറിയില്ല. അപ്പൊ ഇങ്ങനെ എഴുതാൻ പഠിക്കണം കേട്ടോ. ഈ ചോദ്യം കാണുമ്പോ 1/4ന്റെ 100 അംശമായ എന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ എഴുതാൻ പഠിക്കണം. ഓക്കെ. 100 ഛേദമായ എന്ന് പറഞ്ഞാലോ ഞാൻ ഈ 100ന്റെ താഴെയാണ് എഴുതുക. ഓക്കെ. അതായത് 100 ന്യൂമറേറ്റർ എന്ന് പറയുമ്പോൾ മുകളിൽ എഴുതും, 100 ഡിനോമിനേറ്റർ എന്നാണ് പറഞ്ഞെങ്കിൽ താഴെ എഴുതും. ഈ തന്ന വിലയും ഇതും തമ്മിലുള്ള ബന്ധം എത്ര കൊണ്ടാണ് ഇതിനെ ഗുണിക്കേണ്ടതെന്ന് മനസ്സിലാവുക. അപ്പൊ 100 ആയത് എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ആയിരിക്കും? 100 കൊണ്ട് ഗുണിച്ചിട്ടായിരിക്കും. 1നെ 100 കൊണ്ട്. അപ്പൊ 4നെ നമ്മൾ എന്ത് ചെയ്യണം? 100 കൊണ്ട് ഗുണിച്ചാൽ മതി. 4നെ 100 കൊണ്ട് ഗുണിച്ചാൽ എത്ര? 400. അപ്പോ നമുക്ക് എല്ലാത്തിൻ്റെയും ഈ 1/3ന്റെ ആൻസർ 24/72, 1/4ന്റെ ആൻസർ 100/400. ഈ ടൈപ്പിലാണ് 5 ചോദ്യങ്ങൾ ഉള്ളത്. പ്രധാനപ്പെട്ടതാണ്, പരീക്ഷക്കൊക്കെ വരുന്നതാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുക. തന്നിരിക്കുന്ന വില എത്ര കൊണ്ട് ഇപ്പുറത്തെ ഗുണിച്ചിട്ടാന്ന് നോക്കിയിട്ട് അതേ വില കൊണ്ട് മുകളിലും ഗുണിക്കുക. ഇനി മുകളിലാണ് വില തന്നതെങ്കിൽ, ഇപ്പൊ ടോപ്പിലാണ് വില തന്നത് എങ്കിൽ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ആണ് ഇത് കിട്ടിയെന്ന് നോക്കുക. ആ നമ്പറിനെ കൊണ്ട് തന്നെ താഴത്തെയും ഗുണിച്ചിട്ട് എഴുതുക. ഐഡിയ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ്. ഇനി പേജ് 24 തന്നെയുള്ള മറ്റൊരു ചോദ്യമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് അവിടെ സ്ക്രീനിൽ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: 1/4ന്റെ 3 വ്യത്യസ്ത രൂപങ്ങൾ എഴുതുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: 1/4ന്റെ ഡിഫറെന്റ് ഫോംസ്, 3 ഡിഫറെന്റ് ഫോംസ് എഴുതണം. 1/4ന്റെ 3 വ്യത്യസ്ത രൂപങ്ങള്.
വളരെ മനോഹരം, വളരെ ഈസിയാണ്. ഡിഫറെന്റ് ഫോംസ് കണ്ടുപിടിക്കേണ്ടത് നിങ്ങൾ ഓർമ്മിക്കണം. മുകളിലും താഴെയും ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതെല്ലാം ഡിഫറെന്റ് ഫോംസ് ആയിരിക്കും. ഓക്കെ, സെയിം നമ്പർ മുകളിലും താഴെയും. അപ്പൊ നമുക്ക് നോക്കാം. 1/4 നമുക്ക് തന്നത്. ഇതിനെ 2 കൊണ്ട് ഗുണിക്കുക, ഇതിനെ 2 കൊണ്ട് ഗുണിക്കുക. 1 × 2 2 2/4. അപ്പൊ ഇതിന്റെ മറ്റൊരു രൂപം എത്ര നമുക്ക് കിട്ടും? 2/4. ആൻസർ ആയി. ഇനി 1/4 2 കൊണ്ട് പകരം 3 കൊണ്ട് ഗുണിക്കുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 1 × 3 3 4 × 3 12. അപ്പൊ ആൻസർ 3/12. അപ്പൊ നമുക്ക് വീണ്ടും എഴുതാം. 1/4 എന്ന് പറഞ്ഞാല് 3/12. മൂന്നാമത്തത് വേറൊരു ഫോം നമുക്ക് എഴുതാം. അപ്പൊ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? 1/4 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 4 4 ഡിവൈഡഡ് ബൈ 4 × 4 16. 4 4 16. അപ്പൊ എത്രയായി? 4/16 ആയി. ഇനി 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മറ്റൊന്ന് കിട്ടും, 6 കൊണ്ട് ചെയ്താൽ മറ്റൊന്ന് കിട്ടും. അപ്പൊ എത്ര പറഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യുക? തന്നിരിക്കുന്ന ഫ്രാക്ഷനാ, തന്നിരിക്കുന്ന ഭിന്നത്തിന ഒരേ നമ്പർ കൊണ്ട് തന്നെ ഗുണിക്കുക. അപ്പൊ നിങ്ങൾ ചോദിക്കും, അതെന്താ 2ൽ തുടങ്ങിയത് എന്ന്. നിങ്ങളിപ്പോ ഇതിനെ മേലെയും താഴെയും 1 കൊണ്ടാണ് ഗുണിക്കുന്നതെങ്കിൽ എന്താണ് കാര്യം? നിങ്ങൾക്ക് അത് തന്നെയല്ലേ കിട്ടുക? 1/4. മാറ്റമുണ്ടോ? ഇതേ തന്നെയല്ലേ ഇവിടെ വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാത്തത്? 1നെ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാത്തത്. ഓക്കെ, 2 മുതൽ കൊണ്ടുള്ള നമ്പറുകളെ ഗുണിച്ചാൽ നമുക്ക് അതിന്റെ ആൻസർ നമുക്ക് കിട്ടും. ഐഡിയ മനസ്സിലായല്ലോ? ഓക്കെ, പേജ് നമ്പർ 24 മൂന്നാമത്തെ പ്രോബ്ലം ആണ്. പ്രോബ്ലം ഇങ്ങനെയാണ് പറയുന്നത്, ശ്രദ്ധിക്കുക. 1/2 1/3 1/2 1/3 ഇതില് ഒരേ ഛേദമുള്ള 3 രൂപം കണക്കാക്കുക. ഇവിടെ 2 സംഖ്യകൾ നമുക്ക് തന്നിട്ടുണ്ട്. 2 സംഖ്യകളുടെയും വേറൊരു രൂപം എഴുതുമ്പോൾ 2ന്റെയും ഛേദം ഡിനോമിനേറ്റർ ഈക്വൽ ആയിട്ട് വരണം. അതായത് 1/2 എഴുതുമ്പോഴും നമ്മൾ മാറി എഴുതുമ്പോൾ അതിന്റെ ആ ഫ്രാക്ഷനില് ഡിനോമിനേറ്റർ എത്രയാണോ അതേ ഡിനോമിനേറ്റർ ആയിരിക്കണം 1/3 ഫോം മാറ്റി എഴുതുമ്പോൾ ഡിനോമിനേറ്റർ ആയിട്ട് വരേണ്ടത്. മലയാളത്തിൽ പറഞ്ഞാല് ഈ 1/2 നമ്മള് ഭിന്നസംഖ്യയായി വേറൊരു രൂപത്തിൽ എഴുതുമ്പോ ഇതിന് കിട്ടുന്ന ഛേദം എത്രയാണോ അത് തന്നെ ആയിരിക്കണം 1/3 മാറ്റി എഴുതുമ്പോൾ ഛേദമായി വരേണ്ടത്. ഓക്കെ, ഇപ്പൊ ഐഡിയ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള പ്രോബ്ലങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയി ചെയ്യാൻ ചില കാര്യങ്ങൾ മനസ്സിലാക്കുക. 1/2 1/3 ഉള്ളത് അല്ലെ. 1/2 രൂപങ്ങൾ ഏതെല്ലാം വരിക? 1/2 നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 2/4 എന്ന് കിട്ടും. ഓക്കെ, ആ 1/2 3 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നെങ്കിലോ നമുക്ക് എത്ര കിട്ടും? 1/2 3 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നെങ്കിൽ നമുക്ക് 3/6 എന്ന് കിട്ടും. ഇനി 1/2 നമ്മൾ 4 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിലോ നമുക്ക് കിട്ടും 4/8 എന്നുള്ളത് കിട്ടും. അപ്പൊ ഇങ്ങനെ എഴുതുമ്പം 2/4 ഇവിടെ നമുക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ട്? ഈ 4 ഛേദമായിട്ട് 3ന്റെ ഗുണിതം വരില്ല. 6 എന്നുള്ളത് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ പറയുന്നത്. ആദ്യം ചെയ്യേണ്ടത് 2ന്റെ ഗുണിതങ്ങൾ എഴുതുക, 3ന്റെ ഗുണിതങ്ങൾ എഴുതുക. അപ്പൊ നമ്മൾക്ക് എന്ത് കിട്ടുന്നത്? എന്തൊക്കെ കിട്ടും? ഇങ്ങനെയൊന്നും നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. 2ന്റെ മൾട്ടിപ്പിൾസ് എഴുതുക. 2ന്റെ ഗുണിതങ്ങൾ എന്തൊക്കെയാ വരിക? 2ന്റെ ഗുണിതം ഇംഗ്ലീഷിൽ പറഞ്ഞാല് മൾട്ടിപ്പിൾ ഓഫ് 2. അപ്പൊ എന്തൊക്കെയാണ് അതിൽ വരുന്നുണ്ടാവുക? 2ന്റെ മൾട്ടിപ്പിൾ വരുന്നത് 2 വരും, 4 വരും, 6 വരും, 8 വരും, പിന്നെ ഏത് വരാം? 10 വരാം, 12 വരാം, ഇങ്ങനെ പോവാം. അതേപോലെ 3ന്റെ ഗുണിതം എഴുതുക. 3ന്റെ ഗുണിതത്തില് ആരൊക്കെയാണ് വരിക? 3ന്റെ ഗുണിതം, അതായത് മൾട്ടിപ്പിൾ ഓഫ് 3 നമുക്ക് ഏതൊക്കെയാണ് കിട്ടുക നോക്കിയാൽ 3, 6, 9, 12 ഇങ്ങനെ പോകുന്നതാണ് നമുക്ക് കിട്ടുക. അപ്പോ നമുക്ക് 2 ഇതിലുണ്ട്, ഇതിലുണ്ടോ? ഇല്ല. അപ്പൊ 2 നമുക്ക് എടുക്കാൻ പറ്റില്ല.
4 ഇതിലുണ്ട്, ഇതിലുണ്ടോ? ഇല്ല. 4 നമുക്ക് എടുക്കാൻ പറ്റില്ല. 6 ഇതിലുണ്ട്, ഇതിലുണ്ടോ? ഉണ്ട്. അപ്പൊ നമുക്ക് 6നെ നമുക്ക് എന്തായിട്ട് എടുക്കാം? കോമൺ ഡിനോമിനേറ്റർ ആക്കിയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോ 1/2 എന്ന് പറയുന്നതിനാ നമ്മൾ എന്താക്കിയിട്ട് എഴുതിയാൽ മതി? 6 ഡിനോമിനേറ്റർ ആയിട്ട് വരുന്ന നമ്പർ ആക്കിയിട്ട് എഴുതിയാൽ മതി. 2നെ എത്ര കൊണ്ട് ഗുണിച്ചിട്ടാണ് 6 കിട്ടുക? 3 കൊണ്ട് ഗുണിച്ചാല്. അതേപോലെ ന്യൂമറേറ്ററിനെയും 3 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 3/6 എന്ന് കിട്ടും. ഓക്കെ. അതേമാതിരി 1/3നെയാണ് നമ്മൾ എഴുതേണ്ടത്. 1/3യെ 6 ഡിനോമിനേറ്റർ വരുന്ന രീതിയിലാണ് എഴുതേണ്ടത്. 6 വരുമ്പോ 3നെ എത്ര കൊണ്ട് ഗുണിച്ചാൽ 6 കിട്ടും? 2 കൊണ്ട്. അപ്പൊ ഇതിന് എത്ര കൊണ്ട് ഗുണിക്കുക? 2 കൊണ്ട്. അപ്പൊ നമ്മൾക്ക് കിട്ടുന്നത് എത്ര? 1 into 2 2/6. നോക്ക്, അപ്പൊ കിട്ടുന്നത് 1/2 എന്ന് പറഞ്ഞാൽ 3/6, 1/3 എന്ന് പറഞ്ഞാൽ 2/6. രണ്ടിന്റെയും ഛേദം ഒരേപോലെ ആയില്ലേ? അപ്പൊ നമ്മൾക്ക് ഒരു ജോഡി ആൻസർ കിട്ടി. അത് ഏതാണ്? 3/6ഉം, അതായത് 3/6, പിന്നെ നമുക്ക് കിട്ടുന്നത് 2/6 ആണ്. ഇപ്പൊ ഇത് ഒരു ജോഡിയായി. ഓക്കെ, ഇതിന് കണക്കായിട്ടുള്ള ഒരു ജോഡി ഇപ്പൊ നമുക്ക് കിട്ടി. ഇനി 2 കൂടെ നമുക്ക് വേണം. ടോട്ടൽ 3 എഴുതണം. അത് കിട്ടാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി എന്നറിയോ? ഈ 3/6നെ 2 കൊണ്ട് ഗുണിക്കുക. 2 കൊണ്ട് നമുക്ക് എത്ര കിട്ടും? 6/12. 2/6നെ നമ്മൾ എത്ര കൊണ്ട് ഗുണിക്കുക? വീണ്ടും 2 കൊണ്ട് ഗുണിക്കുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 2 to 4, 4/12. അപ്പൊ രണ്ടാമത്തെ ജോഡി കിട്ടി. അതേതാണ്? 6, ശ്രദ്ധിക്കണേ, 6/12. അതേപോലെ തന്നെ 4/12 രണ്ടാമത്തത് കിട്ടി. ഇനി നമുക്ക് അടുത്ത ജോഡി കിട്ടണം എന്ന് വിചാരിച്ചോ. ഇങ്ങനെ ചെയ്തപ്പോ നമുക്ക് എത്ര എണ്ണം കിട്ടി? 2 കിട്ടി. ഇനി ഇതിനെ തന്നെ 2 കൊണ്ടല്ലേ ഗുണിച്ചത്, അതിനെ 3 കൊണ്ട് ഗുണിച്ച് നോക്കാം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? നോക്കിക്കോളൂ. 3/6 into 3 എഴുതുക, ഈന 3 എഴുതുക. അപ്പൊ നമുക്ക് 3/9 18 ഒന്നായി. ഇനി 2/6നെയും അതേമാതിരി എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? ഗുണിക്കുക, 3 കൊണ്ട് ഗുണിക്കുക. അപ്പൊ എത്ര കിട്ടും? 2 3 6/18. അപ്പൊ അടുത്ത ജോഡി കിട്ടും. അതേതാണ്? 9 ഞാൻ താഴെ എഴുതാം. അടുത്ത ജോഡി 9/18, അതേപോലെ 6/18 എന്ന് പറയുന്ന 3 ജോഡി കിട്ടി. ഇവിടെ ശ്രദ്ധിക്കുക, ആദ്യത്തത് കണ്ടുപിടിക്കുക. ഇതിന് തുല്യായിട്ടുള്ള ആദ്യത്തത് കണ്ടുപിടിക്കുക. ആദ്യത്തെ കണ്ടുപിടിക്കാൻ എങ്ങനെയാണ് പറഞ്ഞത്? ഈ 2ന്റെ ഗുണിതം എഴുതുക, മൾട്ടിപ്പിൾ എഴുതുക, 3ന്റെ മൾട്ടിപ്പിൾ എഴുതുക. അതിൽ ആദ്യം കാണുന്ന ഒരേപോലെയുള്ള നമ്പർ കിട്ടും. അതാണ് നമ്മളുടെ ഛേദമാക്കിയിട്ട് എഴുതേണ്ടത്. ഛേദം ഡിനോമിനേറ്റർ ആക്കിയിട്ട് എഴുതേണ്ടത് ആ കോമൺ നമ്പർ ആണ്. അപ്പൊ ഇതിനെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 6 കിട്ടി? 3 കൊണ്ട്. അപ്പൊ ഈ മേലത്തേന് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, നമ്മൾ തൊട്ട് മുമ്പ് പ്രോബ്ലം ചെയ്തതുപോലെ. അപ്പൊ നമുക്ക് 3/6. അപ്പൊ ഇതും അതേമാതിരി കിട്ടി. ഇത് കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇവരെ ഒരേ നമ്പർ കൊണ്ട് ഗുണിച്ചിട്ട് അടുത്തത് എഴുതിയാൽ മതി. ഇവരെ 2 കൊണ്ട് ഗുണിച്ചിട്ട് അടുത്തത് കിട്ടും. ഇവരെ ഈ 2 3 കൊണ്ട് മേലെയും താഴെയും ഗുണിച്ചാൽ അടുത്തതും കിട്ടും. അപ്പൊ ആ പ്രോബ്ലം സോൾവ് ആയി. അതേമാതിരി ഇവിടെ നോക്കൂ, ഈ ചോദ്യത്തില് 1/2 to 1/4. ആദ്യം എന്ത് ചെയ്യുക? ഈ 2നെയും ഈ 4നെയും ഗുണിതങ്ങൾ എഴുതുക. നോക്കത് ഏതല്ല വരല്? 2ന്റെ ഗുണിതം 2, 2ന്റെ മൾട്ടിപ്പിള് അത് നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട് അല്ലെ? 2ന്റെ ഗുണിതം നമ്മൾ എഴുതിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? 2 4 6 8 ഇങ്ങനെ പോകും. 4ന്റെ ഗുണിതം ഏതെല്ലാണ് വരിക? 4ന്റെ ഗുണിതം എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ കേട്ടോ. മൾട്ടിപ്പിൾ ഏതൊക്കെയാ വരിക? 4 8 12 16. ഇത് മനസ്സിലായില്ലേ? മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? നിങ്ങൾ 1 into 4 4, 2 into 4 8, 3 into 4 12. ആ പറയുന്നതാണ് മൾട്ടിപ്പിൾ എന്ന് പറയാ, ഗുണിതം എന്ന് പറയാ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുക, 2ൽ കോമൺ ആയിട്ട് വരുന്ന നോക്കുക. 2 ഇവിടെ ഉണ്ട്, 2 ഇവിടെ ഇല്ല. 4 ഉണ്ട്, 4 ഉണ്ട്. അപ്പൊ നമുക്ക് ഏതെടുക്കാം? ഡിനോമിനേറ്റർ ആയിട്ട് 4 എടുക്കാം. അപ്പൊ നമ്മൾക്ക് പ്രോബ്ലം നമ്മളെ പകുതിയായി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ 1/2നെ 4 ഡിനോമിനേറ്റർ ആയിട്ട് എഴുതണം. നോക്കൂ, 1/2 നമ്മൾ 4 ഡിനോമിനേറ്റർ ആക്കിയിട്ട് എഴുതണം. എഴുതാൻ പറ്റൂലേ? ഈ 2 4 ആവാൻ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്? 2 കൊണ്ട്. അപ്പൊ മേലത്തേന് എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാ? 2 കൊണ്ട്. അപ്പൊ 1 2 2. അപ്പൊ 2/4 1 കിട്ടി.
രണ്ടാമത്തേത് 1/4 ആണ്. 1/4 നമ്മൾ പിന്നെ രണ്ടാമത് വീണ്ടും ഡിനോമിനേറ്റർ 4 ആക്കാൻ വേറെ എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. 4നെ 1 കൊണ്ട് ഗുണിച്ചാലേ 4 കിട്ടുക. അപ്പൊ 1/4നെ 1/4 തന്നെ എഴുതുക. അപ്പൊ നമുക്ക് ആദ്യത്തെ ജോഡി കിട്ടി. നേരത്തെ ഈ എഴുതിയത് പോലെ ആദ്യത്തെ ജോഡി ഏത് കിട്ടി നോക്ക്, 2/4 1/4. ആദ്യത്തെ ജോഡി കിട്ടിയത് എന്താണ്? 2/4 2/4 1/4 എന്ന് കിട്ടി. ഇനി എന്താണ് ചെയ്യേണ്ടത്? അടുത്തത് കിട്ടാൻ ഇവരെ മാത്രം നോക്കിയാൽ മതി. ഇവരെ മേലെയും താഴെയും ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അടുത്തത് കിട്ടും. അപ്പൊ നമുക്ക് നോക്കാം അതേതെല്ലാം നോക്കാം. 2/4 ആണ് ഇവിടെ ഉള്ളത്. അതിനെ 2 കൊണ്ട് ഗുണിക്കാം. 2 കൊണ്ട് പിന്നെ അതിന് വേറെ മൾട്ടിപ്പിൾ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഗുണിക്കേ വേണ്ടു. 2 2 4 4 2 8. അപ്പൊ നമുക്ക് കിട്ടി 4/8. അടുത്തത് ഏതാണ്? 1/4 ആണ്. ആ 1/4നെയും എന്ത് ചെയ്യാ? മേലെയും താഴെയും 2 കൊണ്ട് ഗുണിക്കുക. അപ്പൊ നോക്കിയാൽ 1 2 2 4 2 8. നോക്കിയാൽ ഛേദം ഒരേപോലെ ആയില്ലേ? അതാണ് ചോദ്യം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? രണ്ടാമത്തതിന്റെ ആൻസർ നമുക്ക് കിട്ടും 4/8 2/8. നോക്കൂ, 4/8 2/8. ഓക്കെ. അപ്പൊ ഇനി ഞാൻ ഇപ്പുറത്തെ ഇത് ഞാൻ മായ്ക്കുന്നേ. ഓക്കെ 2/8 4/8 ഇത് ഞാൻ മായ്ച്ചു കളയുന്നു. അപ്പോ അതിന് അടുത്തത് കിട്ടണം. അടുത്തത് കിട്ടാൻ ഇതിനെ ഗുണിച്ചാലും മതി, ഇതിനെയും ഗുണിച്ചാൽ മതി. ഇതിനെയും ഒരേ നമ്പർ കൊണ്ട് മേലെയും താഴെയും ഗുണിച്ചാൽ ആൻസർ കിട്ടും. ഞാൻ ഇതിനെ തന്നെ ഗുണിക്കുകയാണ്. അപ്പൊ നമുക്ക് കിട്ടും 2/4നെ എത്ര കൊണ്ട് ഗുണിക്കുക? നേരത്തെ 2 കൊണ്ടല്ലേ ഗുണിച്ച്. അപ്പൊ 3 കൊണ്ട് ഗുണിക്കുക. ഇതിനെയും 3 കൊണ്ട്. അപ്പൊ 6/12. 1/4 2/2. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 1/4 × 3 × 3. അപ്പൊ ഉത്തരം 1 × 3 3/12 3/12. അപ്പൊ ആൻസർ കിട്ടി 6/12. അതേപോലെ 3/12. ഓക്കെ. അതേപോലെ ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് ഹോംവർക്ക് ആക്കിയിട്ട് ഞാൻ തരികയാണ്. അല്ലെങ്കിൽ 3 4. അപ്പൊ ആദ്യം എന്താ കണ്ടുപിടിക്കേണ്ടത്? ആദ്യം കണ്ടുപിടിക്കേണ്ടത് ശ്രദ്ധിക്കൂട്ടണേ. ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഒരേ മാതിരി ഡിനോമിനേറ്റർ ഛേദം വരുന്ന 2 ഭിന്നങ്ങളെ 2 ഫ്രാക്ഷൻസ് ആണ് കണ്ടുപിടിക്കുക. അതിന് എഴുതേണ്ടത് മൾട്ടിപ്പിൾ ഓഫ് 3 ആദ്യം. മൾട്ടിപ്പിൾ ഓഫ് 3 ആദ്യം. അത് ഏതൊക്കെയാണ് മൾട്ടിപ്പിൾ ഓഫ് 3? നമുക്കറിയാം 3 6 9 12. ഗുണന പട്ടിക പഠിച്ചിട്ടില്ലേ? അതേമാതിരി മൾട്ടിപ്പിൾ ഓഫ് 4 4ന്റെ ഗുണിതം. 4ന്റെ ഗുണിതം. ഇത് 3ന്റെ ഗുണിതം എന്ന് എഴുതണം മലയാളം കുട്ടികൾ കേട്ടോ. 3ന്റെ ഗുണിതം എന്ന് എഴുതണം. ഇത് 4ന്റെ ഗുണിതം എന്ന് എഴുതണം. മൾട്ടിപ്പിൾ ഓഫ് 4 അതെന്തൊക്കെയാ വരിക? 4 8 12 16. 4 കൂട്ടി പോയാൽ മതി. 4 തുടങ്ങിയിട്ട് 4 കൂട്ടി പോയാൽ മതി. അപ്പൊ നിങ്ങൾ നോക്കിയാൽ കോമൺ ആയിട്ട് വരുന്നത് 3 ഇവിടെ, 3 ഇവിടെ ഇല്ല. 6 ഇവിടെ, 6 ഇവിടെ ഇല്ല. 9 ഇവിടെ, 9 ഇവിടെ ഇല്ല. 12 ഇവിടെ, 12 ഇവിടെ ഉണ്ട്. ഓക്കെ 12 ഉണ്ട്. ഇനി ഇല്ലാന്ന് വിചാരിച്ചോ? അപ്പൊ നമ്മൾ നീട്ടി എഴുതിക്കൊണ്ടേ ഇരിക്കണം. 12 12. അപ്പൊ നമ്മൾക്ക് എന്തെഴുതാ? 1/3 നമുക്ക് എങ്ങനെ എഴുതാ? ഡിനോമിനേറ്റർ 12 ആയിട്ടുള്ളത് എഴുതാ. ഛേദം 12 ആയിട്ട് വരണം. അപ്പൊ 12 ആയിട്ട് വരുമ്പോ നമുക്ക് എന്ത് കിട്ടും? ഇതിനെ എത്ര കൊണ്ട് ഗുണിച്ചാ മതി? 1/3 നമ്മള് 4 കൊണ്ട് ഗുണിച്ചാ മതി. അപ്പൊ ആദ്യത്തെ കിട്ടും. അപ്പൊ എത്ര കിട്ടും? 4/12. അടുത്ത നമ്പർ എത്രയാണ്? 1/4 ആണ്. ആ 1/4നെ നമ്മ ഛേദം എത്ര വരണം? ഒരേ ഡിനോമിനേറ്റർ വരണ്ടേ? 12 വരണം. അപ്പൊ 4നെ 3 കൊണ്ട്. 12 അല്ലേ? ഇനി 3 ഉണ്ട്. അപ്പോ 1 3 3. അപ്പൊ നമുക്ക് ആദ്യത്തെ ആൻസർ നമുക്ക് കിട്ടും. ഏത് കിട്ടും? 4/12 3/12. ഞാൻ ഇവിടെ എഴുതാം 4/12 3/12. ഇനി രണ്ടാമത്തെ കിട്ടാൻ ഞാൻ എന്താ പറഞ്ഞത്? ഇനി 1/3 1/4 അല്ല എടുക്കേണ്ടത്, ഈ നമ്പറിനെ എടുക്കേണ്ടത്. ഈ നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യുക? 2 കൊണ്ട് മേലെയും 2 കൊണ്ട് താഴെയും ഗുണിക്കുക. 2 കൊണ്ട് മേലെ 2 കൊണ്ട് താഴെ. അപ്പൊ നിങ്ങൾക്ക് പറയാൻ പറ്റുമല്ലോ, ഇതിനെ 2 കൊണ്ട് മേലെ ഗുണിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 8 ഇതിനെ 2 കൊണ്ട് ഗുണിച്ചാല് 12ന്റെ ഡബിള് 24. ഇതിനെ 2 കൊണ്ട് ഗുണിച്ചാലോ? 3 2 6. ഇതിനെ 2 കൊണ്ട് ഗുണിച്ചാ 24. നോക്കിയാൽ 2ന്റെയും ഡിനോമിനേറ്റർ ഒരേപോലെ വന്നില്ലേ?
6/24. ഇനി എന്ത് ചെയ്താൽ മതി? ഇപ്പൊ 2 കൊണ്ട് ഗുണിച്ചിട്ടാണ് ഇത് എഴുതിയത്. ഇനി 3 കൊണ്ട് ഗുണിക്കുക. 3 കൊണ്ട് ഗുണിക്കുമ്പോ എന്താ കിട്ടും നമുക്ക്? 4നെ 3 കൊണ്ട് ഗുണിച്ചാല് 12/12ന്റെ 3 കൊണ്ട് ഗുണിച്ചാ 36. 3നെ 3 കൊണ്ട് ഗുണിച്ചാല് നമുക്ക് കിട്ടും 9. 12നെ 3 കൊണ്ട് ഗുണിച്ചാ 36. അപ്പൊ നമുക്ക് ആൻസർ ആയി. നോക്കൂ, 12നെ 3 കൊണ്ട് ഗുണിച്ചിട്ട് മനസ്സിൽ പറയാൻ അറിയാത്ത കുട്ടികൾ 12നെ 3 കൊണ്ട് ഗുണിച്ച് 3 2 6 3 1 3 എഴുതിയാൽ മതി. 36 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ആൻസർ 3 എണ്ണമായി. ഇതിന് ഒരേ ഛേദം വരുന്ന 3 ജോഡികൾ നമുക്ക് കിട്ടി. 4/12, 3/12. ആദ്യത്തേത് ശ്രദ്ധിക്കുക. ഇതാണ് കുട്ടികൾക്ക് ഒരു കൺഫ്യൂഷൻ ഉള്ള കാര്യമാണ് ഈ ചോദ്യം. അതുകൊണ്ടാണ് പറയുന്നത് ആദ്യം ചെയ്യേണ്ടത് ഇതിന്റെ ഗുണിതം എഴുതിയിട്ട് നമ്മൾ ആദ്യത്തെ ഛേദം ഫസ്റ്റിലത്തെ ഡിനോമിനേറ്റർ കണ്ടുപിടിക്കുക. ഫസ്റ്റിലത്തെ ഡിനോമിനേറ്റർ കിട്ടിയാല് നമുക്ക് അതിന്റെ ന്യൂമറേറ്റർ എഴുതിയിട്ട് ആദ്യത്തെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ആദ്യത്തെ ആൻസർ കിട്ടിക്കഴിഞ്ഞാല് അതിനെ 2 കൊണ്ട് 2നെയും ഗുണിക്കുക, 3 കൊണ്ട് 2നെയും ഗുണിക്കുക. അപ്പൊ നമുക്ക് അടുത്ത പെയർ നമുക്ക് പേജ് 25 ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 1/3 ഛേദമായി 10, 100, 1000 ഉണ്ടാകുമോ, വരുമോ? അതായത് 1/3 ഡിനോമിനേറ്റർ ആയിട്ട് 10, 100, 1000 എക്സിസ്റ്റ് ചെയ്യുമോ, വരുമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമ്മൾ അറിയേണ്ട കാര്യം 1/3 ഡിനോമിനേറ്റർ ആയിട്ട് ഈക്വൽ ആയിട്ടുള്ള ഒന്ന് എഴുതുമ്പോൾ അതിൻ്റെ ഡിനോമിനേറ്റർ ആയിട്ട് നമുക്ക് 10 വരുമോ നമുക്ക് ആദ്യം നോക്കാം. അതെങ്ങനെയാണ് മനസ്സിലാകുക? ഒരു നമ്പറിനെ മറ്റൊരു നമ്പറായിട്ട് എഴുതുമ്പോൾ ഡിനോമിനേറ്റർ ഛേദമായി വരുന്നത് ശ്രദ്ധിക്കുക, ഈ 3ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും, 3ന്റെ ഗുണിതമായിരിക്കും വരിക. 3ന്റെ ഗുണിതങ്ങൾ ഏതെല്ലാണ്? 3, 6, 9, 12 ഇങ്ങനെ പോകുന്നതാണ് 3ന്റെ ഗുണിതം. നോക്ക്, മൾട്ടിപ്പിൾസ് ഓഫ് 3, 3ന്റെ മൾട്ടിപ്പിൾസ് ഓഫ് 3 ആണ് എന്തായിട്ട് വരിക? ഡിനോമിനേറ്റർ ആയിട്ട് വരിക. ശ്രദ്ധിക്കുക, ഇതാണ് അതിലത്തെ പോയിന്റ്. ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് 3ന്റെ ഗുണിതമായിരിക്കണം. നോക്ക്, മൾട്ടിപ്പിൾസ് ഓഫ് 3, 3ന്റെ ഗുണിതം. മലയാളത്തിൽ പറഞ്ഞാല് 3ന്റെ ഗുണിതം ആകണം ഛേദം. 3ന്റെ ഗുണിതമാകണം. പോയിന്റ് ഓർമ്മിച്ച് വെക്കണേ. അപ്പൊ 3ന്റെ ഗുണിതങ്ങൾ ഇവയാണ്. നോക്കൂ, ഇതിൽ എവിടെയെങ്കിലും 10 കാണുന്നുണ്ടോ നോക്കിയാൽ 3, 6, 9 കഴിഞ്ഞാൽ 12 ആണ് വരുന്നത് അല്ലെ? അപ്പൊ 10 ഒരിക്കലും എന്ത് വരില്ല? ഇതിന്റെ ഡിനോമിനേറ്റർ ആയിട്ട് വരില്ല. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 10 is not the multiple of 3. multiple of 3. അതുകൊണ്ട് എന്ത് വരില്ല? 10 is not a denominator. 10 എന്താവില്ല? ഡിനോമിനേറ്റർ ആയിട്ട് എഴുതില്ല. ഡിനോമിനേറ്റർ ഓഫ് ഫ്രാക്ഷൻ 1/3. 1/3യുടെ ഡിനോമിനേറ്റർ ആയിട്ട് എന്ത് വരില്ല? 10 എന്ന് പറയുന്നത് വരില്ല എന്നുള്ളതാണ്. പിന്നെ ഇംഗ്ലീഷിൽ നമ്മൾ പറയുകയാണെങ്കിൽ 3ന്റെ ഗുണിതമല്ല 10. 3ന്റെ ഗുണിതമല്ല 10. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 10 3ന്റെ 1/3യുടെ ഛേദമായി വരില്ല. ഛേദമായി വരില്ല. ഇതേ ഐഡിയ ആണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പൊ 3 ഒരിക്കലും എന്തായിട്ട് വരില്ല? ഡിനോമിനേറ്റർ ആയിട്ട് വരില്ല. ഓക്കെ ആണല്ലോ. ഇനി ഇതേ ഐഡിയ ആണ് നമ്മൾ 100 ആയിട്ട് വരുമോ നോക്കുന്നത്. അപ്പൊ നമുക്ക് എന്താ അറിയേണ്ടത്? 100 3ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുമോ എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം 90 മൾട്ടിപ്പിൾ ആണ് അല്ലെ? മൾട്ടിപ്പിൾ ഓഫ് 3 ആണ് ഏതൊക്കെ വരിക? മൾട്ടിപ്പിൾ ഓഫ് 3 ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നതാണ് 90, 93, 96, 99, 102. അതായത് 90 നിങ്ങൾക്കറിയാം 3, 3, 9, 30, 90 3ന്റെ ഗുണിതമാണ്. അപ്പൊ 90 ആണെങ്കിൽ അതിന്റെ കൂടെ 3 കൂട്ടി വരുന്നതെല്ലാം 3ന്റെ ഗുണിതമായിരിക്കും. അപ്പൊ അതിൽ എവിടെയെങ്കിലും 100 വരുന്നുണ്ടോ? ഇല്ല. ഇതിന്റെ മലയാളത്തിൽ എഴുതിയാല് 3ന്റെ ഗുണിതം ഏതാണ്? വലിയ ഗുണിതം. ആദ്യം 10 ചെറിയ നമ്പറിന്റെ എഴുതി, പിന്നെ എഴുതുന്നത് 90, 93, 96, 99. അപ്പൊ ഇതിൽ ആര് വരുന്നില്ല? 100 ഇല്ല. അപ്പോ
100 ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് നോട്ട് ഇപ്പൊ നേരത്തെ എഴുതിയ അതേപോലെ എഴുതാം മൾട്ടിപ്പിൾ ഓഫ് 3. അതായത് 100 3ന്റെ ഗുണിതമല്ല, 100 3ന്റെ ഗുണിതമല്ല, 100ന്റെ ഗുണിതമല്ല. അതുകൊണ്ട് എന്താവില്ല? 100 ഈസ് നോട്ട് എ ഡിനോമിനേറ്റർ ഓഫ് 1/3 ഈക്വലന്റ് ആയിട്ടുള്ള ഫോമിന്റെ ഡിനോമിനേറ്റർ ആയിട്ട് 100 വരില്ല. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസറും നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞു. 1/3 എന്ന് പറയുന്നതിന്റെ ഛേദമായിട്ട് ഏത് വരില്ല? 100 ഈസ് നോട്ട് എ ഡിനോമിനേറ്റർ 100 is not a denominator of 1/3. 1/3ന്റെ ഛേദമായി 100 വരില്ല. ഓക്കെ, ഇനി നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത് ഏതാ? 1000ന്റെ ആണ്. 1000ന്റെ വരുമോ? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? 1000ന്റെയും വരില്ല. പക്ഷെ എന്തുകൊണ്ട് എന്ന് നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് പറയാൻ പറ്റണ്ടേ? അപ്പൊ നിങ്ങൾക്കറിയാം. നോക്കൂ കുട്ടികളെ, 900 900 ആരായിരിക്കും? 3ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും അല്ലെ? മൾട്ടിപ്പിൾ ഓഫ് 3 ആണ്. എന്തുകൊണ്ടാണ്? 9 അതെ, 90 അതെ, 900 മൾട്ടിപ്പിൾ ഓഫ് 3 ആണ്. മൾട്ടിപ്പിൾ ഓഫ് 900 വരും. 990 വരൂല്ലേ? 90 ആണല്ലോ. അപ്പൊ 990 വരും. 993 വരും. 996 വരും. 999 വരും. പിന്നെ വരുന്നത് എത്ര? 1002 വരിക. 3 കൂട്ടി പോയാല്. ഓക്കെ, 900 ഇങ്ങനെ പോയി 990 വന്നാല് 993 ഇങ്ങനെയാണ് പോവുക. അപ്പൊ ഇവിടെ ആര് വരുന്നില്ല? 1000 വരുന്നില്ല. അപ്പൊ നമ്മൾ നേരത്തെ എഴുതിയ അതേ മാതിരി എഴുതുക. 100,000 ഈസ് നോട്ട് എ ഡിനോമിനേറ്റർ ഓഫ് 1/3. നമുക്ക് എഴുതാൻ പറ്റും 1000 ഈസ് നോട്ട് എ ഡിനോമിനേറ്റർ ഓഫ് ഫ്രാക്ഷൻ 1/3. 1/3ന്റെ ഛേദമായിട്ട് 1/3ന്റെ ഛേദമായി 3ന് തുല്യമായിട്ടുള്ള ആര് വരില്ല? ഇനി 10,000 വരില്ല, 10,000 വരില്ല. ഇതാണ് ആ പ്രോബ്ലത്തിന്റെ ഐഡിയ. അപ്പൊ ഒരു നമ്പറിന്റെ, ഒരു ഫ്രാക്ഷന്റെ ഭിന്നമായി വരുന്ന നമ്പറിന്റെ പ്രത്യേകത ഈ താഴെയുള്ളതിന്റെ മൾട്ടിപ്പിൾ തന്നെ ആയിരിക്കണം. അത് ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് അറിയണം. ഓക്കെ, പേജ് 26 ഒരു കോളം വരച്ചിട്ട് ചില ഡാറ്റകൾ നമുക്ക് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ ഭിന്നം ഫ്രാക്ഷൻസ് നോക്കൂ. 2/3, 2/3, 3/4, 3/4. മൾട്ടിപ്ലൈങ് നമ്പർ, അതായത് ഇതിനെ ഗുണിക്കേണ്ട നമ്പർ സംഖ്യ 4 തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ അംശമായിട്ട് വരുന്നത് 8 വരണം. ഛേദം 12 വരണം. അപ്പൊ 2/3 സമം ഈ 2/3 ഈക്വൽ ടു 8/12 എന്ന പുതിയ രൂപത്തിലുള്ള നമ്പർ കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ഈ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. 2/3 തന്നിട്ടുണ്ട്, ഗുണിക്കുന്ന നമ്പർ 4. എങ്ങനെയാണ് ഇത് വന്നത് നമുക്ക് നോക്കാം. 2/3 എന്ന് പറയുന്ന നമ്പറിനെ ഗുണിക്കുന്ന സംഖ്യ എത്രയാണ്? 4 ആണ്. അപ്പോ ഗുണിക്കുമ്പോൾ 4 കൊണ്ട് ഗുണിക്കുമ്പോ മേലെയും താഴെയും നമ്മൾ 4 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് കിട്ടുന്നത് നോക്കിക്കോളൂ. 24 8/12. അപ്പൊ ഈ നമ്പർ കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും അംശത്തെയും ഛേദത്തെയും ഗുണിച്ചാൽ കിട്ടുന്ന ഇത് മാത്രം വെച്ചിട്ട് നമുക്ക് ഈ കോളത്തിലുള്ള എല്ലാം പൂരിപ്പിക്കാം. നോക്കൂ, ഇപ്പോൾ ഗുണിച്ച് കിട്ടുന്ന നമ്പർ നോക്ക്, 8. അംശം 8 കറക്റ്റ് ആണല്ലോ. ഛേദം 12, ഛേദം ഇതാ ഇവിടെ തന്നിട്ടുണ്ട് 12. പിന്നെ അടുത്ത ലാസ്റ്റ് എന്താ? ഈ 2/3ന്റെ പുതിയ രൂപം എത്രയാണ്? 8/12. ഓക്കെ, അതുപോലെ നമ്മൾ ഇനി അടുത്തത് ഗുണിക്കുന്നത് ഈ 2/3നെ 6 കൊണ്ടാണ്. നോക്കൂ, ഈ 6നെ ഞാൻ കുറച്ച് മുകളിലേക്ക് എഴുതാം. അപ്പോ 2/3നെ 6 കൊണ്ട് ഗുണിക്കുന്നതാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 2/3നെ 6 കൊണ്ട് മുകളിലും താഴെയും ഗുണിച്ചെഴുതുക. അപ്പോൾ നമുക്ക് 2 6 12 എന്ന് കിട്ടും.
3 6 18 എന്ന് കിട്ടും. ഇനി ഇത് വെച്ചിട്ട് നമ്മൾക്ക് ഇതിൽ പറയുന്ന എല്ലാം എഴുതാം. അംശമാണ് അടുത്ത എഴുതേണ്ടത്. പുതിയതിന്റെ അംശം 12. പിന്നെ വരുന്നത് എത്രയാണ്? ഛേദം എത്രയാണ് വരുന്നത്? 18. ഇവിടെ 18 എന്ന് എഴുതുക. പിന്നെ അടുത്തത് എന്താണ് എഴുതേണ്ടത്? ഈ 2/3 പുതിയതായി കിട്ടിയ ഭിന്നത്തെ അടുത്തത് എഴുതുക. അപ്പൊ നമുക്ക് കിട്ടും 2/3 സമം 12/18. ഇനി നോക്ക്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 3/4 ആണ്. അതിൽ നമുക്ക് തന്നത് ഇവിടെ ഒന്നും തന്നിട്ടില്ല, ഏതുകൊണ്ട് മൾട്ടിപ്ലൈ തന്നിട്ടില്ല. പക്ഷേ ഡിനോമിനേറ്റർ തന്നിട്ടുണ്ട് 12. അപ്പൊ നമ്മൾക്ക് എങ്ങനെ എഴുതാം? 3/4 ആണ് ഇവിടെ ഉള്ളത്. പുതിയതിന്റെ ഡിനോമിനേറ്റർ ആണ് 12 ഉള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ 12 ഉള്ളത്. അപ്പൊ 4നെ എത്ര കൊണ്ട് ഗുണിച്ചിട്ടാണ് 12 കിട്ടിയിട്ടുണ്ടാവുക? 3 കൊണ്ട്. അപ്പൊ 3 കൊണ്ട് ഗുണിക്കുമ്പോ ഗുണിക്കുന്ന നമ്പർ ഏതായിരിക്കും? 3 ആയിരിക്കും. അപ്പൊ ആ 3നെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മുകളിലും മൾട്ടിപ്ലൈ ചെയ്യണം, താഴെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് 12 കിട്ടിയിട്ടുണ്ട് ഇവിടെ. ഓക്കെ, 3. അപ്പൊ 3 എത്ര? 9. അപ്പൊ ഇനി എല്ലാം എഴുതാൻ പറ്റില്ല നോക്കിയാൽ. ഗുണിക്കുന്ന നമ്പർ കിട്ടി. അപ്പൊ ന്യൂമറേറ്റർ എത്ര കിട്ടി? പുതിയത് 9. ഇനി പുതിയ രൂപം നമുക്ക് എഴുതാൻ പറ്റുമല്ലോ. 3/4 തുല്യമായിട്ടുള്ള രൂപം നമുക്ക് എങ്ങനെ എഴുതാം? 3/4 ഈക്വൽ ടു പുതിയ ന്യൂമറേറ്റർ പുതിയ ഡിനോമിനേറ്റർ, പുതിയ അംശം പുതിയ ഛേദം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 9/12. ഈസി ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ 3/4 ആണ്. നോക്ക്, ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് തന്നിട്ടില്ല. പക്ഷേ പുതിയ അംശം ന്യൂമറേറ്റർ നമുക്ക് തന്നിട്ടുണ്ട് 12. അംശം തന്നിട്ടുണ്ട് 12. അപ്പോൾ ഛേദം ഏതാണ്? ഏത് നമ്പർ കൊണ്ട് ഗുണിച്ചിട്ടാണ് പുതിയ ന്യൂമറേറ്റർ അംശം 12 കിട്ടിയെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നോക്ക്, 3/4 ആണ്. പുതിയ ന്യൂമറേറ്റർ എത്രയാണ്? 12 ആണ്. ഡിനോമിനേറ്റർ നമുക്കറിയില്ല. അപ്പൊ 3നെ എന്തുകൊണ്ട് ഗുണിച്ചിട്ടായിരിക്കും 12 കിട്ടിയിട്ടുണ്ടാവുക? നമുക്കറിയാം 4 കൊണ്ട് ഗുണിച്ചത്. അപ്പൊ ഗുണിച്ച സംഖ്യ ഏതായിരിക്കും? 4. ഓക്കെ, ഇവിടെ വരുന്നത് 4. 3 4 12. അപ്പൊ 4ന് എന്ത് ചെയ്യണം? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? 4 നമുക്ക് കിട്ടും 16. അപ്പൊ പുതിയ ന്യൂമറേറ്റർ അവർ 12 തന്നു. അതിൽ നമ്മൾ ഗുണിക്കുന്ന സംഖ്യ മനസ്സിലാക്കി. അപ്പൊ ഡിനോമിനേറ്റർ എത്ര കിട്ടി? 16. ആ 16 നമുക്ക് ഇവിടെ എഴുതാം. അപ്പൊ പുതിയ രൂപം, പഴയ രൂപം ആദ്യം എഴുതി. പുതിയ രൂപം നമുക്ക് എന്ത് കിട്ടും? 12/16, 12/16. അപ്പൊ ഈ കോളം ഫുൾ ആയിട്ട് മനസ്സിലായി. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ, ഒരു ഫ്രാക്ഷനെ, ഒരു ഭിന്നത്തെ ഒരു നമ്പർ കൊണ്ട് ഗുണിക്കുമ്പോൾ അതിന്റെ മുകളിലും താഴെയും ഗുണിച്ചെഴുതണമെന്ന് മനസ്സിലാക്കുക. മുകളിൽ ഗുണിച്ചെഴുതിയിട്ടുള്ള നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ നമ്പർ ഗുണിച്ച നമ്പർ കിട്ടും, മൾട്ടിപ്ലൈ ചെയ്ത നമ്പർ കിട്ടും. അതിനെ കൊണ്ട് തന്നെ ഡിനോമിനേറ്ററിനെയും ഛേദത്തെയും ഗുണിച്ചിട്ടാണ് അടുത്ത ഛേദം കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഐഡിയ കൃത്യമായിട്ട് മനസ്സിലാവോ? ഒന്ന് ചെയ്ത് പഠിക്കുക. ഓക്കെ, പേജ് 28 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ഇങ്ങനെയുള്ള ഒരു ഫ്രാക്ഷനിന്റെ ലോവസ്റ്റ് ഫോം എഴുതണം. അതായത് ഇങ്ങനെയുള്ള ഒരു ഭിന്നത്തിന്റെ ലഘുരൂപം എഴുതണം. ഇത് വലിയ 2 നമ്പറുകളാണ്, ഇതിനെ ചെറിയ രൂപത്തിലേക്ക് മാറ്റി എഴുതണം. അത് നമ്മൾക്ക് എങ്ങനെ ചെയ്യാൻ കഴിയുമെന്നാണ്. അപ്പോൾ ഒരു വലിയ നമ്പറിനെ ചെറിയ ഫോമിലേക്ക് മാറ്റുമ്പോൾ, രൂപത്തിലേക്ക് മാറ്റുമ്പോൾ 2 എണ്ണത്തിൻ്റെയും പൊതു ഘടകങ്ങളാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആ ഘടകങ്ങൾ ഒഴിവാക്കിയിട്ടാണ് നമ്മൾ ചെറിയ രൂപത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, എല്ലാ കുട്ടികളും ഒരേ ലെവലിൽ മിടുക്കന്മാരായിട്ട് തന്നെ കണക്കിൽ ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് ഞാൻ വളരെ ബേസിക് ആയിട്ടാണ് ആദ്യം പറയുന്നത്. 32, 24 ഇത് രണ്ടും ഇരട്ട സംഖ്യകളാണല്ലോ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ 32, 24 രണ്ടിനെയും നമ്മൾക്ക് 2ൽ കോമൺ ഫാക്ടർ വരും. അതായത് ശ്രദ്ധിക്കുക, ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവൺ നമ്പർ ആണെങ്കിൽ, ഇരട്ട സംഖ്യയാണെങ്കിൽ നമ്മൾ നോക്കേണ്ടത് അതിന്റെ ഫാക്ടേഴ്സ് ഏതെല്ലാം വരുന്നറിയോ? ഘടകം വരുന്നത് 2 വരാം, 4 വരാം, 6, 8 പോലെയുള്ള നമ്പറുകളൊക്കെ അതിന്റെ ഘടകങ്ങളായിട്ട് വരാൻ കഴിയും. അപ്പൊ 32, 64 എന്ന് പറയുമ്പോൾ 2 അതിന്റെ ഘടകമായിട്ട് വരും. 2 ഘടകമായിട്ട് വരുന്ന സമയത്ത് നമുക്ക് 2 കൊണ്ട് ചുരുക്കിയാൽ 32ന്റെ പകുതി എത്രയാ വരിക? 16. നമുക്ക് ഇങ്ങനെ എഴുതാം, 16 × 2
64നെ 32 ഇൻറ്റു 2 എന്ന് എഴുതിയാൽ 2 കട്ട് ചെയ്യാൻ പറ്റും നമുക്ക് ഒരേപോലെയുള്ളത്. അല്ലെങ്കിൽ 32നെ 2 കൊണ്ട് ഹരിച്ചാൽ 16, 64നെ 2 കൊണ്ട് ഹരിച്ചാൽ 32. ഇനി ഈ 16/32 എന്ന് പറയുന്നതിനാ നിങ്ങൾക്ക് ഈ 16, 32 ഏതിന്റെയൊക്കെ ഗുണിതമാണ് നിങ്ങളൊന്ന് അറിയണം. 10 വരെയുള്ള ഗുണന പട്ടിക പഠിക്കുക. 16ലും 32ലും എത്തുന്ന ഏറ്റവും വലിയ ഘടകമാണ് 8. അത് നമുക്ക് 16 വരെ ഉണ്ട്, പക്ഷെ എല്ലാ കുട്ടികൾക്കും അത് മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ട് ഞാൻ പറയാം, 16നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 8 എന്ന് എഴുതാം. 32നെ നമുക്ക് 4 ഇൻറ്റു 8 എന്ന് എഴുതാം. അപ്പോൾ 8ഉം 8ഉം നമ്മൾ ക്യാൻസൽ ആക്കിയാൽ നമുക്ക് കിട്ടും 2/4 എന്ന് കിട്ടും. 2/4ന്റെ ചെറിയ രൂപമാണ് എത്ര? 1/2. 2നെ 2 കൊണ്ട് ഹരിച്ചാൽ 1, 4നെ 2 കൊണ്ട് ഹരിച്ചാൽ 2. അപ്പൊ 32/64 എന്ന് പറയുന്നത് 1/2 ആണ്. അപ്പൊ ചിലര് നിങ്ങൾ വിചാരിക്കും ഇത്രയൊക്കെ എഴുതേണ്ട ആവശ്യമുണ്ടോ എന്ന്. ഇല്ല. എന്തുകൊണ്ടെന്നറിയോ? ഒരു നമ്പറിന്റെ നേരെ ഡബിൾ ആണ് രണ്ടാമത്തെ നമ്പർ എങ്കിൽ, താഴെയുള്ള നമ്പർ എങ്കിൽ അതിന്റെ ആൻസർ എപ്പോഴും 1/2 ആയിരിക്കും. ഒന്ന് ഓർത്ത് വെച്ചോ. നോക്കൂ കുട്ടികളെ, 32/64. 32ന്റെ ഇരട്ടിയാണ് 64 എങ്കിൽ അതിന്റെ ആൻസർ 1/2. 1ന്റെ ഇരട്ടിയല്ലേ 2? ഏറ്റവും ചെറിയ ഫോം ഇതാണ് 1/2. നോക്കൂ കുട്ടികളെ, 25/50. 25ന്റെ ഡബിൾ അല്ലേ 50? അപ്പൊ ഇതിന്റെ ആൻസർ 1/2. നോക്ക്, 13/26. 13ന്റെ ഡബിൾ അല്ലേ 26? അപ്പൊ ആൻസർ വരുന്നത് 1/2 ആയിരിക്കും. ഇത് അറിയുന്ന കുട്ടിക്ക് ഇങ്ങനെ വളഞ്ഞ വഴിയിൽ പോകേണ്ട ആവശ്യം ഇല്ല. നേരിട്ടിട്ടും നിങ്ങൾക്ക് അതിന്റെ ആൻസർ എഴുതാൻ കഴിയും. അല്ലെങ്കിൽ ഇങ്ങനെ ഘടകങ്ങളാക്കി കട്ട് ചെയ്ത് നമുക്ക് പോവാനും കഴിയും. അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് 1/2. ഇങ്ങനെ അറിയുന്ന കുട്ടികൾ ഇങ്ങനെ ആൻസർ എഴുതാം. ഇങ്ങനെ കിട്ടില്ല എന്ന് പഠിച്ചു വെക്കുക. പഠിച്ചു വെച്ചാൽ കിട്ടുമല്ലോ. ഓക്കെ, മിടുക്കരായിട്ട് ഈ രീതിയിൽ തന്നെ അത് പഠിക്കുക. നേരെ മേലത്തെ ഡബിൾ താഴെ വന്നാൽ 1/2 ആയിരിക്കും അതിന്റെ ആൻസർ വരിക. 27/81. 27ന്റെ 81 എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഈ 9ന്റെ ഗുണിതം നിങ്ങൾ നോക്കിയാൽ 27ന് നമുക്ക് എങ്ങനെ എഴുതാം? 27ന് 3 ഇൻറ്റു 9 എന്ന് എഴുതാം. 81നെ എങ്ങനെ എഴുതാം? 9 ഇൻറ്റു 9 എന്ന് എഴുതാലോ. ഓക്കെ, 9 ഇൻറ്റു 9. അപ്പൊ 27നെ 9 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 3 കിട്ടും. 81നെ 9 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 9 കിട്ടും. അതായത് ഈ 9ഉം 9ഉം നമുക്ക് ഇവിടെ ക്യാൻസൽ ചെയ്ത ബാക്കി 27/81 നമുക്ക് എന്താ കിട്ടുക? 3/9 എന്ന് കിട്ടും. അപ്പൊ 27/81 നമുക്ക് ചുരുക്കിയിട്ട് ഇവിടെ 3/9 എന്ന് എഴുതാം. ഇനി ഈ 3/9നെയും നമുക്ക് എന്തെഴുതാം? 2 സ്ഥലത്ത് 3 ഉണ്ടല്ലോ. അപ്പൊ അതിനെ നമുക്ക് 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 1 കിട്ടും. 9നെ 3 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 3 കിട്ടും. അപ്പോൾ നമുക്ക് ആൻസർ 1/3 എന്ന് കിട്ടും. 3/9 1/3 ആവുന്നത്. അങ്ങനെ ആവാത്ത കുട്ടികൾക്ക് എങ്ങനെ എഴുതാം? 3/9നെ എങ്ങനെ എഴുതാം? 3 ഇൻറ്റു 1/9നെ എങ്ങനെ എഴുതാം? 3 ഇൻറ്റു 3. അപ്പൊ 3ഉം 3ഉം ക്യാൻസൽ ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? 1/3 എന്ന് പറയുന്ന ആൻസർ കിട്ടും. ഒന്നിക്കല് മനസ്സിൽ ഹരിച്ചിട്ട് എഴുതാൻ പറ്റുക, ഒരേ നമ്പർ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്തിട്ട് എഴുതാൻ പറ്റുക. അങ്ങനെയല്ലെങ്കിൽ മൾട്ടിപ്പിൾ എഴുതിയിട്ട് ക്യാൻസൽ ചെയ്ത് നോക്കുക. രണ്ടിന്റെയും കോമൺ മൾട്ടിപ്പിൾ ഉണ്ടായാൽ മാത്രമേ, പൊതുഘടകം ഉണ്ടായാൽ മാത്രമേ ക്യാൻസൽ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, കൃത്യമായിട്ട് മനസ്സിലാക്കുക. 30/45 ഇതിനെ നമുക്ക് എങ്ങനെ ചുരുക്കി എഴുതാൻ പറ്റും എന്നുള്ളതാണ്. 30/45 എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കറിയാം 5ന്റെ ഗുണിതാണ്. 5ന്റെ ഗുണിതം 5ന്റെ മൾട്ടിപ്പിൾ 0 വരാം, 5 വരാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോ 30/45 നമുക്ക് ഞാൻ ഇങ്ങനെ എഴുതാം. 30/45. 30ന് 6 ഇൻറ്റു 5, 30 ആണല്ലോ. 45ന് 9 ഇൻറ്റു 5, 4. അപ്പൊ 2 സ്ഥലത്തും 5 ഉണ്ട്. അപ്പൊ അതിനെ ക്യാൻസൽ ചെയ്ത് നമുക്ക് എത്ര കിട്ടും? 6/9 കിട്ടും. നോക്ക്, ഈ 6ലും 9ലും ആരുണ്ട്? 3 ഉണ്ട് ഇല്ലേ? അപ്പൊ ഇതിനെ 3 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 2 കിട്ടും. ഇതിനെ 3 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? നമുക്ക് 3 കിട്ടും. കിട്ടുമല്ലോ. അപ്പൊ ആൻസർ എത്ര കിട്ടി നമുക്ക്? ഉത്തരം 2/3. അതായത് ഇതിനെയും 3 കൊണ്ട് ഹരിക്കുന്നു, ഇതിനെയും 3 കൊണ്ട്
ഹരിക്കുന്നു. അപ്പോൾ ഉത്തരം എത്ര? 2/3 എന്ന് പറയുന്നത് കിട്ടും. കോമൺ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് കിട്ടി. 5 കൊണ്ട് ഹരിക്കാൻ തോന്നാനുള്ള കാരണം മനസ്സിലായല്ലോ. ഓക്കെ, ഇനി 15 കൊണ്ട് ഡയറക്റ്റ് ഹരിക്കാൻ പറ്റുന്ന കുട്ടികൾക്ക് ഡയറക്റ്റും 2/3 എന്ന് എഴുതാം. ഓക്കെ, 12/21 എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം 12/21 ആണ്. 12നെ 3ന്റെ ഗുണിതമായിട്ട് എഴുതാം 4 × 3. 21നെയും 3ന്റെ ഗുണിതം എഴുതാം 7 × 3. കറക്റ്റ് അല്ലേ? അപ്പൊ നമുക്ക് 3ഉം 3ഉം കട്ട് ചെയ്താൽ നമുക്ക് ആൻസർ 4/7 എന്ന് കിട്ടും. അപ്പൊ ആൻസർ നമുക്ക് കിട്ടും 4/7. ഹരിക്കാൻ പ്രയാസമുള്ള കുട്ടികൾ ഗുണിച്ചിട്ട് ഒരേപോലെ എഴുതിയിട്ട് ക്യാൻസൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഹരിക്കാൻ ഡിവൈഡ് ചെയ്തിട്ട് പെട്ടെന്ന് പറയാൻ അറിയാത്ത കുട്ടികൾക്ക്, ഡിവൈഡ് ചെയ്യാൻ അറിയുന്ന കുട്ടികൾക്ക് രണ്ടിലും കോമൺ ആയിട്ട് 3 ഉണ്ടെന്ന് മനസ്സിലായാല് 12നെ 3 കൊണ്ട് ഹരിച്ചാൽ 4, 21നെ 3 കൊണ്ട് ഹരിച്ചാൽ 7. അപ്പൊ ആൻസർ 4/7. ഒന്നിക്കൽ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഇതേമാതിരി മൾട്ടിപ്പിൾ എഴുതിയിട്ട് ക്യാൻസൽ ചെയ്തിട്ടും എഴുതാം. 45/54 ആണ്. 45/54. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഏതിന്റെ ഒക്കെ മൾട്ടിപ്പിൾ ആയിട്ട് വരും എന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 45 5ന്റെ മൾട്ടിപ്പിൾ ആണല്ലോ. 5ന്റെ മൾട്ടിപ്പിൾ അല്ലേ? 5ന്റെ ഉണ്ടല്ലോ. 5ന്റെ ഉണ്ടായതുകൊണ്ട് നമുക്ക് നോക്കാം. 45/54. 5ന്റെ അറിയുന്നു നമുക്ക് 5 × 9 എന്ന് എഴുതാലോ. എഴുതാം. നോക്ക് കുട്ടികളെ, അപ്പൊ ഇത് 5ന്റെ അല്ല, പക്ഷെ 54നെ എങ്ങനെ എഴുതാം? 6 × 9 എന്ന് എഴുതാലോ. 6 9 54 അല്ലേ? ഇത് 5 9 45. 2 സ്ഥലത്ത് 9 വന്നില്ലേ? അപ്പൊ രണ്ടും നമുക്ക് കട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 5/6. അല്ലെങ്കിൽ 45നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് എത്ര എഴുതാം? 5 എന്ന് എഴുതാം. 54നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 6 എന്ന് എഴുതാം. അപ്പൊ അതിന്റെയും ആൻസർ ആയി. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ കൃത്യമായിട്ട് അറിയുന്ന കുട്ടികൾക്ക് ഏതൊക്കെ ഗുണിച്ചാൽ കിട്ടുന്ന അറിയാം. അപ്പൊ ഏതൊക്കെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് ഈ ആൻസർ വരുന്നതും കൂടെ മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ട് എല്ലാ കുട്ടികളും അതൊന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, പേജ് നമ്പർ 32 ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 20 ലിറ്റർ വെള്ളം 8 കുപ്പികളിൽ നിറച്ചു. ഒരു കുപ്പിയിൽ എത്ര ലിറ്റർ ഉണ്ട്? മലയാളത്തിലും ഇംഗ്ലീഷിലും നിങ്ങൾക്ക് അവിടെ ക്വസ്റ്റ്യൻ കാണാൻ കഴിയുന്നുണ്ട്. നോക്കൂ കുട്ടികളെ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചത്? ഇപ്പൊ 6 മിഠായി 3 കുട്ടികൾക്ക് ഈക്വൽ ആയി തുല്യമായിട്ട് വീതിച്ചു. 3 കുട്ടികൾക്ക് കൊടുത്തു. അപ്പൊ ഒരു കുട്ടിക്ക് എത്ര കിട്ടി? അപ്പൊ നമ്മൾ ചെയ്യുക, 6നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ നമുക്ക് ഉത്തരം ഒരു കുട്ടിക്ക് 2 എന്ന് കിട്ടും. 6/3, കാരണം 2 × 3 അല്ലേ 6. അപ്പൊ നമുക്ക് ഉത്തരം 2 എന്ന് കിട്ടും. ഇതുപോലുള്ള നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ ചെയ്യുക. 20 ലിറ്റർ വെള്ളം 8 കുപ്പികളിൽ നിറച്ചു. അപ്പോ 6 മിഠായി 3 കുട്ടികൾക്ക് കൊടുത്തു എന്ന് പറയുന്ന പോലെ. അപ്പൊ ഒരു കുട്ടിക്ക് കിട്ടിയതാണ് 2. അതുപോലെ ഒരു കുപ്പിയിൽ എത്ര എന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ ഒരു കുപ്പിയിൽ എത്രയായിരിക്കും ഉണ്ടാവുക? ഒരു കുപ്പിയില് വരുന്നത് എത്ര വരും? 20നെ നമ്മൾ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ശ്രദ്ധിക്കുക, 20നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 20നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെ ഭിന്ന രൂപത്തിൽ എങ്ങനെ എഴുതാം? 20/8. ശ്രദ്ധിക്കണം, ഒരു നമ്പറിനെ ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാവുന്ന അർത്ഥം ഈ ഡിവൈഡ് ചെയ്യുന്ന ഈ നമ്പർ ബൈ ഇല്ല നമ്പർ നമ്മൾ ഈ നമ്പർ 20നെയാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോ ഡിവൈഡ് ചെയ്യുന്ന നമ്പർ താഴെ നമ്മൾ എഴുതണം. 20/8. 20/8ന് നമ്മൾക്ക് 20/8 ലിറ്ററിലാണ് ചോദ്യമെങ്കിൽ. അപ്പോൾ ഓക്കെ, 20 liters ഓഫ് വാട്ടർ ആണ് ഈക്വലി ഡിവൈഡഡ് ടു 8 bottles. ദെൻ ഈച്ച് ബോട്ടിൽ കണ്ടെയ്ൻ, ഒരു ബോട്ടിൽ എത്രയുണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ 20/8 കിട്ടും. ഈ 20/8നെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. എങ്ങനെ? 20ലും 8ലും കോമൺ ഫാക്ടർ ഉണ്ട് 4. 20നെ നമുക്ക് എങ്ങനെ എഴുതാം? 5 × 4 എന്ന് എഴുതാം. 8ന് നമുക്ക് 2 × 4 എന്ന് എഴുതാം. അപ്പൊ ഇതിനെ ചുരുക്കി എഴുതുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 4ഉം 4ഉം കട്ട് ചെയ്താൽ ബാക്കി നമുക്ക് കിട്ടുന്നത് നോക്കിയാൽ 5/2 നമുക്ക് അവിടെ കിട്ടും. 5/2 എന്ന് പറയുന്നതിന് നമ്മൾ മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കിയിട്ട് നമ്മൾ എഴുതുമ്പോൾ നമ്മൾക്ക് എത്ര കിട്ടും? എത്ര ലിറ്ററിന് കിട്ടും? 5 ലിറ്റർ/2 എന്നാണുള്ളത്. നമുക്ക് അതിന് 4+1/2 എന്ന് എഴുതാം. 4+1/2. അപ്പൊ നമുക്ക് 4/2 എന്ന് കിട്ടും. കൂട്ടണം 1/2 എന്ന് കിട്ടും. 4/2ഉം 1/2ഉം നമുക്ക് ചെയ്യുമ്പോൾ 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്കറിയാം 2 ആണ്.
+1/2 ആൻസർ നമുക്ക് കിട്ടും. 2 1/2 എന്ന് പറയുന്ന ആൻസർ നമ്മൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരും, 5/5 എന്തിനാണ് 4 + 1 എന്ന് എഴുതിയത്? ശ്രദ്ധിക്കുക കുട്ടികളെ, 2 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 2ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന 5ൽ താഴെയുള്ള നമ്പറാണ് 4, അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത്. നോക്കൂ, 7 + 1/2 8 സോറി ഇപ്പോഴാ 9/2 ആണ് എങ്കിൽ നോക്കൂ, 9/2 ആണെങ്കിൽ ഞാൻ എഴുതുക 8 + 1/2 എന്നായിരിക്കും. അപ്പോൾ ഞാൻ ഈ 2നെ കൊണ്ട് 2നും ഡിവൈഡ് ചെയ്യണം, 8നെയും ഡിവൈഡ് ചെയ്യണം, 1നെയും ഡിവൈഡ് ചെയ്യണം. 8നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ, 4 എന്ന് കിട്ടൂലേ. അപ്പൊ അതിന് തൊട്ട് താഴെയുള്ള 2ന്റെ മൾട്ടിപ്പിൾ ഗുണിതമാണ് മുകളിൽ എഴുതുക, സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ആൻസർ 2.5 ലിറ്റർ ആൻസർ നമുക്ക് കിട്ടി. ഐഡിയ ഒന്നുകൂടെ പറയാം, 20നെ 8 കൊണ്ട് ഹരിക്കലാണ് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച ഐഡിയ. അതിനെ ബൈ എഴുതാമെന്ന് ഈ ചാപ്റ്ററിൽ പഠിച്ചു. അപ്പോൾ അതിനെ ചുരുക്കി എഴുതുമ്പോൾ 5/2 കിട്ടി. അതിന്റെ കാരണം ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഹരിക്കാൻ അറിയുന്ന കുട്ടികൾക്ക് ഡയറക്റ്റ് എഴുതാം, ഇങ്ങനെ തന്നെ എഴുതണമെന്നല്ല. 5ൽ 2 തവണ പോകും, ബാക്കി 1 എന്ന് പറഞ്ഞിട്ടും 2 1/2 എന്ന് എഴുതാൻ കഴിയും. ഓക്കെ, പേജ് 32 രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 140 സെന്റിമീറ്റർ നീളമുള്ള ഒരു കയറ് 16 കഷ്ണങ്ങളാക്കി, ഓരോ കഷ്ണത്തിന്റെയും നീളം എത്ര? ക്വസ്റ്റ്യൻ അവിടെ നിങ്ങൾക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും കാണുന്നുണ്ട്. ലെങ്ത് ഓഫ് കയറ് 140 സെന്റിമീറ്റർ ഇൻറ്റു ഈക്വലി ഡിവൈഡഡ് ടു 16 പീസസ് എങ്കിൽ ലെങ്ത് ഓഫ് ഈച്ച് പീസ് എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യേണ്ടത് അറിയാം. ടോട്ടൽ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഹൗ മെനി പീസസ് എന്ന് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈച്ച് പീസാണ് കണ്ടുപിടിക്കേണ്ടത്. ഈച്ച് പീസിന്റെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇതുകൊണ്ട് ടോട്ടലിന് നമ്പർ ഓഫ് പീസസിനെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടും ഈച്ച് പീസിന്റെ നീളം നമുക്ക് കിട്ടും 140നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? 16 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുക. ശ്രദ്ധിക്കണേ, 140നെ 16 കൊണ്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ പെട്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിയില്ലെങ്കിൽ ഇത് രണ്ടും ഈവൺ നമ്പർ ആണല്ലോ. ഈവൺ നമ്പർ ആയതുകൊണ്ട് ഇത് നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 70/8 എന്ന് കിട്ടുമല്ലോ. 70 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക പറഞ്ഞാൽ കുട്ടികൾ മനസ്സിലാക്കി വെക്കണം, ഓരോന്നിന്റെയും പകുതി എഴുതുക എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ 70/8 എന്ന് കിട്ടും. മനസ്സിലാക്കി വെക്കണേ, 70/8 2 ഇരട്ട നമ്പർ ആണ്. നമുക്ക് അതിനെ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 70ന്റെ പകുതി 35, 8ന്റെ പകുതി 4. അപ്പൊ 35/4 നമുക്ക് കിട്ടി. ഇനി ആവൂല, കാരണം എന്താ? ഇത് ഇരട്ടയാണ്, ഇത് ഒറ്റയാണ്, ഓഡ് നമ്പർ ആണ്, ഇത് ഇവൺ നമ്പർ ആണ്. അവിടെ നമുക്കത് എൻഡ് ചെയ്തു. അപ്പൊ നമുക്ക് 35/4 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ചെയ്യാലോ. 35/4 എന്ന് പറയുമ്പോൾ നമുക്ക് ഏതെല്ലാം കൂട്ടിയിട്ട് 4ന്റെ മൾട്ടിപ്പിള് 32 ഉണ്ട്. നമുക്ക് ഒന്നിക്കൽ നമുക്ക് ഇങ്ങനെ എഴുതാം, 35/4 എന്ന് പറയുന്നതിന് 4ന്റെ മൾട്ടിപ്പിൾ നമുക്കറിയാം, 7 4 28, 8 4 32, 9 4 36. അപ്പൊ 32 8 × 4 32 ആണ്. അപ്പൊ 35ന് 32 വരെ എഴുതിയിട്ട് അതിന്റെ കൂടെ 3യും കൂടെ എഴുതിയിട്ട് ഡിവൈഡഡ് ബൈ 4 ഇട്ടാൽ മതി. അപ്പൊ നമുക്ക് 32/4 എന്നും കിട്ടും, 3/4 എന്നും കിട്ടും. 32/4 നമുക്കറിയാം 8 ആണ്, പ്ലസ് 3/4. അപ്പൊ ആൻസർ സിമ്പിൾ ആയി കിട്ടി, 8 3/4 എന്ന് പറയുന്ന ആൻസർ. സെന്റിമീറ്ററിൽ ചോദ്യം ആയതുകൊണ്ട് നമ്മുടെ ആൻസറും സെന്റിമീറ്ററിലാണ്. ഓക്കെ, ഇനി ഇങ്ങനെ ചെയ്യാൻ കിട്ടാത്ത കുട്ടികൾ, ഇങ്ങനെ എഴുതാൻ പറ്റാത്ത കുട്ടികൾക്ക് വേണ്ടി പറയാണ്, 35ന് എന്ത് ചെയ്യാം? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3ൽ 4 പോവില്ല. 35ൽ എത്രയുണ്ട്? 8 4 32, 8 4 32, 3. ഈ 3 കൂടെ കിട്ടിയാൽ ഇത് തന്നെയാണ് ഇവിടെ വരിക. 8 ഉണ്ട്, 8 ഉണ്ട്, 3 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 4 ഉണ്ട്. ഇവിടുന്ന് എഴുതാം. ആദ്യം നമ്മൾ എഴുതുന്നത് 8 ഇവിടെ എഴുതി വെച്ചു. പിന്നെ താഴെ ഈ റിമൈൻഡർ ആയിട്ട് വരുന്നതാണ് ഇതിന്റെ ബാക്കി വരിക, 3 ആയിട്ട് വരിക. 4 കൊണ്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് ഇതിന്റെ അടിയിൽ 4 വരും. അപ്പൊ ആൻസർ 8 3/4. ഇങ്ങനെ എഴുതിയിട്ടും നിങ്ങൾക്ക് അതിന്റെ ആൻസറിൽ എത്താം. ഓക്കെ, പേജ് 32 മൂന്നാമത്തെ പ്രോബ്ലം. 215 കിലോ അരി 15 പേർക്ക് ഒരേപോലെ വീതിച്ചാൽ ഓരോരാൾക്കും എത്ര കിട്ടുന്നതിലാണ്? 215 kilogram of rice divided equally into 15 persons, then each one get എന്നുള്ളതാണ്
ചോദ്യം. ഓക്കെ, ക്വസ്റ്റ്യൻ അവിടെ നിങ്ങൾക്ക് കാണാം. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ഒരാൾക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ ഈച്ച് വണ്ണിന് കിട്ടുന്നത് കണ്ടുപിടിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ടോട്ടലിനെ, ഇതാണ് അതിന്റെ ഐഡിയ, ടോട്ടലിനെ എത്ര പേരുണ്ട് നമ്പർ ഓഫ് പേഴ്സൺസിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. മലയാളത്തിലാണെങ്കിൽ ആകെ തന്നിരിക്കുന്നതിനെ അവയുടെ എണ്ണം കൊണ്ട് എത്ര ആൾക്കാണോ ഡിവൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ ഇവിടെ എന്താണ് വരിക? 215നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ 215നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രയാസമുള്ള കാര്യമല്ല. നമ്മൾ നേരത്തെ പഠിച്ച മാതിരി തൽക്കാലം ഇതിൽ 5നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. രണ്ടിലും കോമൺ ആയിട്ട് 5 ഉണ്ടാവുമല്ലോ. ഓക്കെ, 5 ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ എഴുതാം? ഈ 215 എന്ന് പറയുന്നതിനെ നമുക്ക് 200ഉം 15 കൂട്ടുന്നതല്ലേ? 215 200ഉം 15 കൂട്ടുന്നതാണ്. അപ്പൊ അതിന് നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്താല് നമുക്ക് എത്ര കിട്ടും നോക്കിയാൽ? 20ൽ 5 4 5 ഉണ്ട്. അപ്പൊ 200ൽ എത്ര ഉണ്ടാവും? 40 5 ഉണ്ടാവും. 15ൽ 5 എത്ര ഉണ്ടാവും? 3 ഉണ്ടാവും. അപ്പൊ നമുക്ക് കിട്ടുന്നത് 43 കിട്ടും. നമുക്ക് 215നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 43. 15നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താല് നമുക്ക് എത്ര കിട്ടും? 15നെ എങ്ങനെ എഴുതാം? 3 × 5 എന്ന് എഴുതാലോ. അപ്പൊ 15നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തില്ലെങ്കിലോ 15നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് 3 എന്നുള്ള ഉത്തരം കിട്ടും. ഓക്കെ, അപ്പൊ 215നെ ചെയ്യുമ്പോൾ 43ഉം 15ന് ചെയ്യുമ്പോൾ 3ഉം. അപ്പോൾ നിങ്ങൾ ചോദിക്കും അത് എന്തിനാണ് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്? എങ്ങനെ മനസ്സിലാക്കല്? ഒരു നമ്പറിന്റെ അവസാനം 5 അല്ലെങ്കിൽ 0 വരികയാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. ആ നമ്പറിനെ കറക്റ്റ് ആയിട്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇങ്ങനെ ഡിവൈഡ് ചെയ്യാൻ അറിയാത്ത കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് നമ്മൾ പഠിച്ച മാതിരി 5 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് എടുക്കാം. അപ്പൊ ഈ 2ൽ പോവില്ല. 21ൽ എത്ര? 3 തവണ പോവും. 21ൽ 4 തവണ പോവും. 4 5 20. ബാക്കി നമുക്ക് 1 5. 15ൽ 5 3 തവണ 3 5 15. കറക്റ്റ്, 0. ബാക്കി ഒന്നുമില്ല. അപ്പൊ 43 ഈ തരത്തിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. അപ്പോ 215നെ നമുക്ക് എങ്ങനെ കിട്ടി? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 43 കിട്ടി. 15നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴോ 3 എന്ന് കിട്ടി. 2ന് 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇനി 43നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ഡയറക്റ്റ് കഴിയില്ല. അപ്പൊ 43നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ 43നെ ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? നോക്കിക്കോളൂ കുട്ടികളെ, 3ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അറിയുന്നതുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ അറിയാലോ. 43ന് എഴുതുമ്പോൾ 30 + 13 എഴുതാലോ, ബൈ 3 എന്ന് എഴുതാലോ. ഓക്കെ, അപ്പൊ 30നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് എത്ര കിട്ടും? 10 + 13/3 എന്ന് കിട്ടും. 10 + 13/3. ഇനി 13/3നെ നിങ്ങൾക്ക് എഴുതിയാൽ മതി. 13നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? അതിൽ 12ഉം 1ഉം എഴുതാലോ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 10 + ഇതിനാ 12 + 1/3. അപ്പൊ നമ്മൾക്ക് എത്ര കിട്ടും? 10. 12/3 പറഞ്ഞാൽ എത്ര? 4. 10 4. പിന്നെ മറ്റേതിനെ കറക്റ്റ് ആവില്ല. അതിനെ എങ്ങനെ എഴുതാൻ പറ്റുള്ളൂ? 1/3. 10 + 4 + 1/3. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 10ഉം 4ഉം 14. പിന്നെ ഒരു 1/3യും 14. 1/3 എന്ന് പറയുന്ന ആൻസർ നിങ്ങൾക്ക് കിട്ടും. ഇങ്ങനെയാണ് എങ്കിൽ ഓക്കെ, ഈ തരത്തിൽ എഴുതുമ്പോൾ നമ്മൾക്ക് ഈ പറഞ്ഞ രീതിയിലേക്ക് കിട്ടും. 5 കൊണ്ട് ആദ്യം ഡിവൈഡ് 43ആയി. ഇനി ഇങ്ങനെ ഡിവൈഡ് ചെയ്യാൻ അറിയാത്ത കുട്ടികൾക്ക് നമുക്ക് എങ്ങനെ എഴുതാം? 43നെ എല്ലാവർക്കും ഇങ്ങനെ എഴുതാൻ ആവണമെന്നില്ല. അപ്പൊ 43നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, അപ്പൊ 4ൽ 3 ഒരു തവണ, ഒരു 3 3. ബാക്കി 1. ഈ 3നെ താഴ്ത്തിയിട്ടു. 13ൽ 3 4 3 12. ബാക്കി നമുക്ക് 1 കിട്ടി. അപ്പൊ ആൻസർ നോക്കിയാൽ 14 1 3. അപ്പൊ ആൻസർ നോക്കിയാൽ 14 ഇവിടെയുണ്ട്. 14 1/3. 1 റിമൈൻഡർ ആണ്. 1/3. 14 1/3. ഇതാണ് അതിന്റെ ആൻസർ വരുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ അറിയില്ലെങ്കിൽ ഈ തരത്തിലും എഴുതാം. ഇതിനെ ഇങ്ങനെ തന്നെ എഴുതണം എന്നില്ല. 42
മൂന്നിന്റെ മൾട്ടിപ്പിൾ ആണെന്ന് അറിയുന്ന കുട്ടിക്ക് 42 + 1/3 എഴുതാം. പക്ഷെ അങ്ങനെ ഒരു 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും അങ്ങനെ കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ 30 എടുത്തത്. 30ൽ 3 ഉറപ്പായിട്ട് പോവല്ലോ. ബാക്കി 13/3 അല്ലേ ചെയ്യണ്ടു. അപ്പൊ 13ൽ എത്ര 3 ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ ഈസി ആയി കഴിയുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈ രീതി ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, ഈ വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കുക. ആ ചാപ്റ്ററിലുള്ള എല്ലാ ചോദ്യങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. നമുക്ക് പുതിയ ചാപ്റ്ററിലത്തെ കാര്യങ്ങളുമായി വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികൾ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.